ഇപ്പോൾ പ്രതികരണങ്ങൾ നിയമവിദഗ്ധനും കോൺഗ്രസ് സഹയാത്രികരുമായ അഡ്വക്കേറ്റ് അസഫ് അലി ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് അസഫ് അലി, ഇപ്പോൾ ഈ കോടതിയുടെ ഉത്തരവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മന്ത്രി സജി ചെറിയാനെതിരെ ഒരു പുനരന്വേഷണം ഹൈക്കോടതി പറയുമ്പോൾ അത് സർക്കാരിനൊരു തിരിച്ചടിയാണോ? ആ പുനരന്വേഷണത്തിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അഡ്വക്കേറ്റ് അസഫ് അലി, ുകൊണ്ടുള്ള പോലീസിന്റെ റിപ്പോർട്ട് തികച്ചും വാസ്തവ വിരുദ്ധവും യാഥാർത്ഥ്യത്തിന്റെ ഘടകവിരുദ്ധവുമാണ്. കാരണം ആ പ്രസംഗം കേട്ട ആരുടെയും മൊഴി റെക്കോർഡാക്കിയില്ല. പാർട്ടിക്കാരനായ കുറച്ച് ആളുകളുടെ മൊഴി മാത്രം റെക്കോർഡാക്കി അവസാനിപ്പിച്ചതാണ്. അപ്പൊ ഹൈക്കോടതി അത് പുനരന്വേഷണം വേണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി ഭരണഘടനയെ ഇത്ര നിന്ദ്യമായി അവഹേളിച്ച ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് കേരള പോലീസ് അന്വേഷിക്കുമ്പോൾ സജി ചെറിയാൻ അധികാരത്തിൽ തുടർന്നുകൊണ്ടുള്ള അന്വേഷണത്തിൽ യാതൊരു സത്യസന്ധതയോ നീതിയുക്തമായ നടപടി എടുക്കാൻ പോലീസിന് സാധ്യമല്ല. ഒന്ന്, ഇതിൽ ഏറ്റവും പരമപ്രധാനമായത് ശബ്ദ പരിശോധനയാണ്. സജി ചെറിയാന്റെ ശബ്ദ പരിശോധനയ്ക്ക് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്വന്തമായി ധൈര്യപ്പെടുക? രണ്ട്, ഈ ചാനലുകളെല്ലാം ഇത് പ്രസിദ്ധീകരിച്ച് ഇത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ആ ചാനലുകളിൽ ആരെയും സാക്ഷിയാക്കാൻ പോലീസ് തയ്യാറായില്ല. അപ്പോ ഒരു ഫെയർ അന്വേഷണം വേണമെങ്കിൽ സജി ചെറിയാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി മാറ്റണം. രണ്ട്, ഈ സജി ചെറിയാൻ ഈ കേസ് ധാർമ്മികമായും നിയമപരമായും അധികാരത്തിൽ തുടരാൻ കഴിയില്ല. കാരണം സജി ചെറിയാന്റെ ഈ പ്രസംഗം നടത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഒറ്റ ഡിഫൻസേ പറയാനുള്ളൂ. അദ്ദേഹത്തിന് മാനസികമായ വിഭ്രാന്തിയിലാണ്, ഈ മെന്റലി എന്നൊരൊറ്റ ഡിഫൻസേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് കേസിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷേ മന്ത്രിയായി തുടരാനോ MLA ആയി തുടരാനോ കഴിയില്ല. മെന്റൽ ഇല്ലസ് ആയ ഒരാൾ ഇത്തരം കാര്യം ചെയ്താൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് MLA ആയി തുടരാൻ പാടില്ല, മന്ത്രിയായി തുടരാൻ പാടില്ല. ഇതൊരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ അത്യാവശ്യമാണ്. അത് കേരള പോലീസ് അന്വേഷിക്കുന്നത് പ്രയാസമായിരിക്കും. either CBI or any other കർണാടക, തമിഴ്നാട് പോലീസിനെ കൊണ്ടും ഇത് അന്വേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് അസഫ് അലി പ്രതികരിച്ചതിന്.